Hello and welcome to Moments of Hope from the Hope in Jesus Ministries. Hope in Jesus സുശേഷയിൽ നിന്നുള്ള പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. We are so happy to see you once again through this television program. ഈ ടിവി പ്രോഗ്രാമിലൂടെ നിങ്ങളേവരെയും കാണുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. If you are watching us for the very first time on this television program, ഈ ടിവി പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. there is a good news of you. നിങ്ങൾക്കൊരു നല്ല വർത്തമാനമുണ്ട്. We are going to tell you about a person who loves you a lot. നിങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് പറയുവാനായി who wants to be with you always. നിങ്ങളോടൊപ്പം എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. His name is Jesus. അവന്റെ പേര് യേശു. You can watch this TV program. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് തുടർച്ചയായി കാണുവാൻ കഴിയും. You can always watch these episodes at our website www.hopeinjesus.tv as well. www.hopeinjesus.tv എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയും. Before I go on to the message, ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം കടക്കുന്നതിന് മുൻപായി can we watch couple of testimonies what Jesus Christ has done യേശു ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. and come back to the testimonies. അതിനുശേഷം വീണ്ടും മടങ്ങി വരാം. Over to miracles from Jesus. ഇപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളിലേക്ക്. എൻ്റെ പേര് വിമല. ഞാൻ കരകുളത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഈ ഊന്നിനകം നീരാണ്. ഈ ഊന്നിനകത്ത് ദൈവത്തിന് സ്തോത്രം. കൂടെ ഞാൻ നീര് വരുമായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞ പ്രാർത്ഥിക്കും, അങ്ങ് പോകും. ഒരു ദിവസം പറഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോഴങ്ങ് സൗഖ്യമായി. പക്ഷേ ഈ ഊന്നിനകം ഇങ്ങനെ ഭയങ്കരമായി നീര് വന്നുകൊണ്ടിരിക്കും. എനിക്ക് അതിശക്തമായ വേദനയുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അനീഷ് മോൻ ഇവിടെ പറഞ്ഞപ്പോഴേ പെട്ടെന്നൊരു ശക്തി എൻ്റെ പേര് ഇങ്ങനെ വന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പല്ലുമായിട്ടോ അല്ലെങ്കിൽ പല്ലിൻ്റെ മോണയുമായിട്ടോ ബന്ധപ്പെട്ട് വായ്ക്കകത്ത് ഒരു പുണ്ണുപോലെ വരികയും അത് കാരണം നിങ്ങളുടെ ചെവിയും മൂക്കും തലയും എല്ലാം വേദനിക്കുന്ന ഒരു സഹോദരി ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മോണയുമായിട്ട് ബന്ധപ്പെട്ട് വേദനയുള്ള ഒരു സഹോദരി, അത് കാരണം നിങ്ങളുടെ മുഖത്ത് മുഴുവനായിട്ട് വേദനയുള്ള ഒരു സഹോദരി ഇവിടെ ഉണ്ട്. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണ് പല്ലോ അല്ലെങ്കിൽ മോണയോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വേദന ഉണ്ടെന്നും അതിവിടെ മൂക്കിലും തലയിലുമൊക്കെ ആ വേദന ഉണ്ട്. അതായിരുന്നു ആന്റിയുടെ അനുഭവം. അതായിരുന്നു പെട്ടെന്നൊരു കാറ്റ് എൻ്റെ വായുടെ അകത്ത് അങ്ങ് അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് എനിക്ക് ആ വേദന മാറി, ഈ നീരും അങ്ങ് മാറി. ദൈവത്തിന് സ്തോത്രം. ഓ, വേദനയും നീരും മാറ്റുന്ന യേശു. കരങ്ങൾ അടിച്ച് സ്തുതിച്ചാട്ടെ. Welcome back. വീണ്ടും സ്വാഗതം. How wonderful is our Lord. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. How great is he to do miracles in everybody's life. എല്ലാവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ യേശു എത്ര വലിയവൻ. We were dealing on the subject called the blood of Jesus. നാം യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Or rather, nothing but the blood of Jesus. യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നുമില്ല. And this is the second episode of that series. ആ പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. Last episode we learned how precious the blood of Jesus is. കഴിഞ്ഞ എപ്പിസോഡിൽ യേശുവിന്റെ രക്തം എത്ര മൂല്യതയുള്ളതാണ് എന്ന് നാം പഠിച്ചു. And why the blood of Jesus? എന്തുകൊണ്ട് യേശുവിന്റെ രക്തം എന്ന് നാം പഠിച്ചു. And we are in the new covenant and not in the old covenant. നാം പുതിയ ഉടമ്പടിയിലാണ്, പഴയ ഉടമ്പടിയുടെ കീഴിലല്ല എന്ന് നാം പഠിച്ചു. Today we are going to learn. ഇന്ന് നാം പഠിക്കുവാനായി പോകുന്നത് Why do we really need the blood of Jesus? എന്തുകൊണ്ടാണ് വാസ്തവമായും യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതങ്ങളിൽ ആവശ്യമായിരിക്കുന്നത്. Let's read. നമുക്ക് വായിക്കാം. 1 Peter 1:18 and 19. 1 പത്രോസ് 1:18-19. Knowing that you were not redeemed with perishable things like silver or gold from your futile way of life inherited from your forefathers, but with the precious blood of Jesus, as of the Lamb, unblemished, spotless, the blood of Christ. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് അല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. The main purpose of the precious blood of Jesus is our redemption. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യകത എന്നത് നമ്മുടെ വീണ്ടെടുപ്പ് ആകുന്നു. The word meaning of redemption is വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം to be liberated by the payment of a ransom. ഒരു മറുവില കൊടുത്ത് മടക്കി വാങ്ങുക എന്നതത്രേ അതിന്റെ അർത്ഥം. Once
ഒരിക്കൽ in the United States, അമേരിക്കയിൽ there was a young boy ഒരു യൗവനക്കാരനുണ്ടായിരുന്നു. who loved making boats and ships from wood. ആ ബാലൻ തടിയിൽ കൊണ്ട് ചെറിയ ബോട്ടുകൾ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. And at the age of 12, he made a beautiful small ship from wood. അവന്റെ 12ാമത്തെ വയസ്സിൽ തടി കൊണ്ട് ഒരു നല്ലൊരു ബോട്ട് അവൻ ഉണ്ടാക്കി. He fitted that with a motor and all the devices which will make it swim or move in water. അത് മോട്ടറെല്ലാം ഘടിപ്പിച്ച് അത് വെള്ളത്തിലൂടെ ചലിപ്പിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. And he carved his name John Edward on that small boat. അത് മാത്രമല്ല ആ ചെറിയ ബോട്ടില് തന്റെ പേര് ജോൺ എഡ്വേർഡ് എന്ന് അദ്ദേഹം എഴുതി പിടിപ്പിച്ചു. He took it to the river. അതിനുശേഷം അവനൊരു നദിയിലേക്ക് അത് He കൊണ്ടുപോയി. switched on the motor അവൻ ആ മോട്ടോർ ഓൺ ചെയ്തു. and the boat started moving in water. ബോട്ട് ആ വെള്ളത്തിൽ നീങ്ങുവാൻ തുടങ്ങി. All his friends were so happy, they applauded that. അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ അത് കണ്ടവരെല്ലാവരും കൈയടിപ്പാൻ ഇടയായി തീർന്നു. Suddenly a big tide came in the river പെട്ടെന്ന് ആ വെള്ളത്തിൽ വലിയൊരു ഓളം വന്നു. and it took the boat away far from him. അത് ജോണിന്റെ അടുക്കൽ നിന്നും അത് ദൂരെ ആ ബോട്ടിനെ കൊണ്ടുപോയി. John lost the boat. ജോണിന് തന്റെ ബോട്ട് He നഷ്ടമായി. was very sad. അദ്ദേഹത്തിന് വലിയ ദുഃഖമായി. Years passed. അനേകം വർഷങ്ങൾ He കഴിഞ്ഞു. became a father. അദ്ദേഹം ഒരു പിതാവായി. He became a grandfather. അദ്ദേഹം ഒരു മുത്തച്ഛനായി. At the age of 70, അങ്ങനെ അദ്ദേഹത്തിന്റെ 70ാമത്തെ once വയസ്സിൽ as we was taking his grandson for a walk, അദ്ദേഹത്തിന്റെ കൊച്ചുമകനെ ചേർത്ത് അദ്ദേഹം ഒരു നടക്കുവാൻ കടന്നു പോകുമ്പോൾ he was passing through a shop which was selling antique pieces of ships or boats. ഷിപ്പും ബോട്ടും അതുപോലത്തെ പഴയ വസ്തുക്കളുടെ ഒരു കടയിൽ അദ്ദേഹം കടന്നു പോകുവാനിടയായി. He entered the shop because he was, he liked ships and boats from his very small age. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായം മുതൽ ഷിപ്പും ബോട്ടും എല്ലാം ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കടയിലേക്ക് അദ്ദേഹം കയറി. As he entered the shop, ആ കടയ്ക്കകത്ത് അദ്ദേഹം as he was closely watching the different models which was displayed in the shop, അവിടെ ആ കടയിൽ കാണിച്ചിരുന്ന പല ബോട്ടുകൾ അദ്ദേഹം കണ്ടപ്പോൾ one boat attracted him so much. പെട്ടെന്ന് ഒരു ബോട്ട് അദ്ദേഹത്തെ അധികം ആകർഷിച്ചു. He felt the same taste or the passion that he had in the boat which he wanted to do that in the small times. അദ്ദേഹം ബാലനായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ ആവേശം അദ്ദേഹത്തിന് അപ്പോഴുണ്ടായി. He watched the boat so closely, ആ ബോട്ട് അദ്ദേഹം അതിന്റെ അടുക്കൽ ചെന്ന് അതിനെ പരിശോധിച്ചു. and to his surprise he saw his name John Edward carved on that boat. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ പേര് ജോൺ എഡ്വേർഡ് എന്ന പേര് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് He അദ്ദേഹം ശ്രദ്ധിച്ചു. remembered that it is the same boat which he lost 58 long years before. അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 58 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് നഷ്ടമായ ബോട്ടാണ് ഇത് എന്ന്. He badly wanted that boat back. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ആ ബോട്ട് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി. He asked the shopkeeper. അദ്ദേഹം ആ ഷോപ്പ് കീപ്പറിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് ചോദിച്ചു. He told the shopkeeper, "It is my boat. ആ കടയിലുണ്ടായിരുന്ന വ്യക്തിയോട് ചോദിച്ചു, ഇത് എന്റെ ബോട്ടാണ് എന്ന് ജോൺ പറഞ്ഞു. It's my name." എന്റെ പേരാണ് ഇതിൽ But the കൊത്തിയിരിക്കുന്നത്. shopkeeper said, എന്നാൽ ആ കടയിലുണ്ടായിരുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു, "So with all respect, ഞാൻ നിങ്ങളോട് എല്ലാ ബഹുമാനത്തോടു കൂടി I പറയട്ടെ, understand your feelings, നിങ്ങൾക്ക് ഇതിനോടുള്ള ആ വൈകാരികമായ അനുഭവത്തെ ഞാൻ but മനസ്സിലാക്കുന്നു. I have paid a big price for this and bought it. എന്നാൽ ഞാൻ ഇത് വലിയൊരു വില കൊടുത്താണ് ഇതിനെ വാങ്ങിയത്. Now if you want it, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ആവശ്യമായിരിക്കുന്നു, you have to pay me the same big price നിങ്ങൾ അതേ വലിയ വില കൊടുത്താലേ നിങ്ങൾക്ക് or തരുവാൻ more than that." അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ട് നിങ്ങൾ തരണം. John thought for a while. ജോൺ അല്പനേരം അതിനെക്കുറിച്ച് ചിന്തിച്ചു. He said, "Yes, I will pay." അതിനുശേഷം ജോൺ പറഞ്ഞു, അതെ, ഞാൻ ഇത് വില തരാം. He took all the savings from his bank, അദ്ദേഹത്തിന്റെ ബാങ്കിൽ ഉണ്ടായിരുന്ന എല്ലാ നിക്ഷേപവും അദ്ദേഹം gave എടുത്തു. it to the shopkeeper. ആ കട കൊണ്ടുവന്ന് അവർക്ക് He കൊടുത്തു. redeemed the boat which he had made with his own hands when he was 12 before 58 years. 58 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഉണ്ടാക്കിയ അതേ ബോട്ടിനെ അദ്ദേഹം വീണ്ടും ഒരു വില കൊടുത്ത് അദ്ദേഹം അതിനെ വീണ്ടെടുപ്പാൻ ഇടയായി. He was filled with joy. അദ്ദേഹത്തിന് അധികം സന്തോഷം. He had to give everything for one boat. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെല്ലാം ഈ ഒരു ബോട്ട് വാങ്ങുവാൻ അദ്ദേഹം This കൊടുക്കേണ്ടി is വന്നു. redemption. ഇതാണ് In വീണ്ടെടുക്കുക the എന്ന് പറയുന്നത്. same way, അതുപോലെ തന്നെ it was God who created you and me. ദൈവമാണ് നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചത്. But because we sinned, എന്നാൽ നാം പാപം ചെയ്തത് Satan used sin as a tool to get away into his kingdom. പിശാച് നമ്മെ തന്റെ രാജ്യത്തിലേക്ക്
പാപത്തിന് അടിമയാക്കി നമ്മെ കൊണ്ടുപോകുവാൻ God ഇടയായി. sent His own Son, എന്നാൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. paid a big price for you and me, നിങ്ങൾക്കും എനിക്കും വേണ്ടി വലിയൊരു വില കൊടുപ്പാൻ തക്കൊണ്ട് ഇടയായി to redeem us from our sins. നിങ്ങളെയും എന്നെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. My dear brother and എന്റെ sister, പ്രിയ സഹോദര this is സഹോദരി, what the blood of Jesus did. ഇതാണ് യേശുവിന്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. Now the biggest question that we are going to learn in this episode, എന്നാൽ ഈ എപ്പിസോഡിൽ നാം പഠിക്കുവാനായി പോകുന്ന ചോദ്യം എന്നത്, why do sinners need redemption? എന്തുകൊണ്ടാണ് പാപികൾക്ക് വീണ്ടെടുപ്പ് ആവശ്യമായി? Or who are these sinners? ആരാണ് ഈ പാപികൾ? When did they sin? എപ്പോഴാണ് അവർ പാപം ചെയ്തത്? Why did they sin? എന്തുകൊണ്ടാണ് അവർ പാപം So ചെയ്തത്? many questions. അനേകം ചോദ്യങ്ങൾ. Let's look to the word of God for the answers. ഇതിന്റെ എല്ലാം ഉത്തരത്തിനായി നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കാം. Number one, a sinner is a person who is slave to sin. ഒന്നാമത്, പാപി എന്നൊരു വ്യക്തി പാപത്തിന്റെ അടിമയായിരിക്കുന്നവനാണ്. The Bible says in Romans 3:23, റോമർ 3:23 വേദപുസ്തകം പറയുന്നു, for all have sinned and fall short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. Again the Bible says in Romans 3:10, വീണ്ടും റോമർ 3:10 വേദപുസ്തകം പറയുന്നു, there is nobody righteous, not even one. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. Again, as the Bible says in Ephesians 2:1-3, വീണ്ടും എഫേസ്യർ 2:1 മുതൽ 3 വരെയുള്ള ഭാഗം, you were dead in your sins. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. The Bible clearly says വേദപുസ്തകം വളരെ that വ്യക്തമായി പറയുന്നു, all of us are sinners. നാം എല്ലാവരും പാപികളാകുന്നുവെന്ന്, Or rather, all of us were sinners. അല്ലെങ്കിൽ നാം പാപികളായിരുന്നുവെന്ന്. When you watch me through the television program, ഇന്ന് ഈ TV പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്നെ കാണുമ്പോൾ, it was not that I was holy from birth. ഞാൻ ജനിച്ചതു മുതൽ വിശുദ്ധനായിരുന്നവനല്ല. I was also a sinner like you. ഞാനും നിങ്ങളെ പോലെ പാപിയായിരുന്നു. I was also in sin. ഞാനും പാപത്തിന്റെ കീഴെയായിരുന്നു. But the moment I recognize that I am a sinner, എന്നാൽ ഞാൻ പാപിയാണെന്നത് ഞാൻ തിരിച്ചറിഞ്ഞ അതേ സമയം, it is not because of what I did. ഞാൻ ചെയ്തതിന്റെ മുഖാന്തരമായിട്ട് I was already born in sin. ഞാൻ പാപത്തിൽ തന്നെയാണ് ഞാൻ Because ജനിക്കുന്നത്. my forefather Adam sinned. എന്തുകൊണ്ടെന്നാൽ എന്റെ മുൻപിതാവായ ആദാം പാപം ചെയ്ത മുഖാന്തരമായി എല്ലാവരും പാപം ചെയ്തവരായി And തീർന്നു. I needed a redemption right from birth. അതുകൊണ്ട് ഞാൻ ജനിച്ചത് മുതൽ എനിക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. And the moment I understood that, അത് എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ അതേ it സമയം, took me to the precious blood of Jesus. അത് എന്നെ യേശുവിന്റെ വിലയേറിയ രക്തത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. Redeemed me from all my sins. യേശുവിന്റെ രക്തം എന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ഇടയായി Which തീർന്നു. made me a servant of Jesus from being a slave of a sin. അത് എന്റെ ജീവിതത്തിൽ പാപത്തിന്റെ അടിമയായിരുന്ന ദാസനായിരുന്നവനിൽ നിന്നും മാറ്റി യേശുവിന്റെ ദാസനാക്കി തീർത്തു. Number two, രണ്ടാമത്, sinners are the one who are separated from God. പാപികൾ എന്നാൽ ദൈവത്തിൽ നിന്നും അകന്നു കഴിയുന്നവരാണ്. Isaiah 59:2, യെശയ്യാവ് 59:2, but your iniquities have made a separation between you and your God. Your sins have hidden his face from you so that he does not hear. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്ര അവൻ കേൾക്കാത്തവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. Jeremiah 33:3, the Bible said, യിരെമ്യാവ് 33:3 വേദപുസ്തകം പറയുന്നു, call unto me നിങ്ങൾ എന്നോട് നിലവിളിക്കുക, and I will answer you. ഞാൻ നിനക്ക് ഉത്തരമരുളും. But here the Bible says, എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുന്നു, because of your sins, നിങ്ങളുടെ I am പാപമുഖാന്തരമായി not able to hear you. എനിക്ക് നിങ്ങളെ കേൾക്കുവാൻ കഴിയുന്നു. My dear brother, sister, എന്റെ പ്രിയ സഹോദര if you സഹോദരി, are having a prayer request that is being taking so long to get an answer, നിങ്ങൾ അനേകം നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ആ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ one ഇരിക്കുന്നുവെങ്കിൽ, good possibility or probability is, ഞാൻ ഒരു സാധ്യത നിങ്ങളോട് പറയട്ടെ, it might be your sin which is separating you and God, that God is not able to hear your prayers. നിങ്ങളുടെ പാപമായിരിക്കാം ദൈവത്തിന് നിങ്ങളെ കേൾക്കാത്തവണ്ണം അതിനെ തടസ്സപ്പെടുത്തി നിർത്തുന്നത്. We need the blood of Jesus. നമുക്ക് യേശുവിന്റെ രക്തം ആവശ്യമാണ്. Sin separated you and me from God. നിങ്ങളെയും എന്നെയും ദൈവത്തിൽ നിന്നും ഭിന്നിപ്പിച്ചത് പാപമാണ്. It is like we two are standing on the summits of two mountains. നാം
രണ്ട് മലകളുടെ മുകളിലായി നിൽക്കുന്നവരെ പോലെയാണ്. God is on one mountain top and we are on the other mountain top, and there is a great big difference or a space between these two mountains. നാം ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നു, ദൈവം വേറെ ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നു. ഈ രണ്ട് മലകളും തമ്മിൽ വലിയൊരു ഭിന്നതയുണ്ട്. But the blood of Jesus എന്നാൽ യേശുവിന്റെ forms up a bridge between one summit and the other summit, where you get connected or linked or having a fellowship with God the Father. യേശുവിന്റെ രക്തം ഒരു പാലം ഉള്ളതുപോലെ ഈ രണ്ട് മല മുകളും തമ്മിൽ ചേർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ ഇടയായിത്തീരും. Hallelujah. Hallelujah. We need the blood of Jesus. നമുക്ക് യേശുവിന്റെ രക്തം ആവശ്യമാണ്. 3. മൂന്നാമത്, Sinners are hellbound and hopeless in life. പാപികൾ നരകത്തിൽ കുടുങ്ങിപ്പോകുന്നവരാണ്, അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരായിത്തീരും. Psalms 9:7. സങ്കീർത്തനം 9:7. But the Lord abides forever. He has established his throne for judgment. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. We might be punished if we are a sinner and if you do not come to the blood of Jesus. നാം പാപിയായിരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല എങ്കിൽ നാം ശിക്ഷാവിധിയിലായി പോകും. But if you come to Jesus, എന്നാൽ നാം യേശുവിന്റെ അടുക്കലേക്ക് there വരുന്നുവെങ്കിൽ is redemption for you. നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ട്. So we understood that sinners need a blood, or sinners need redemption for sure. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി, പാപികൾക്ക് വീണ്ടെടുപ്പ് ആവശ്യമാണ്. Now the blood of Jesus is available for that. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് യേശുവിന്റെ രക്തം ലഭ്യമാണ്. But why the blood of Jesus? എന്നാൽ എന്തുകൊണ്ട് യേശുവിന്റെ രക്തം? If you read 1 Peter 2:22, 1 പത്രോസ് 2:22 വായിച്ചാൽ, who committed no sin, nor was any deceit found in his mouth. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. 2 Corinthians 5:21, 2 കൊരിന്ത്യർ 5:21, he made him who knew no sin to be a sin on our behalf, so that we will become the righteousness of God in him. പാപമറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് പാപമാക്കി. We are made without sin only when we are in him, because he was made a sin for us, for making us righteous before God. നാം പാപിയല്ലാതായി തീരുന്നത് നമുക്ക് വേണ്ടി പാപമാക്കിയ യേശു ക്രിസ്തുവിലായി തീരുമ്പോഴാണ്. അപ്പോഴാണ് നാം ദൈവത്തിന്റെ നീതിയായി തീരുന്നത്. Nothing but the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നിനും അത് ചെയ്യുവാൻ കഴിയുകയില്ല. This special blood of Jesus, ഈ പ്രത്യേകതയുള്ള യേശുവിന്റെ രക്തം, which knew no sin, പാപം അറിയാത്ത ഈ രക്തം, which was made a sin for our redemption, നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി പാപമാക്കിയ രക്തം, is the only way in which we can be redeemed. ഈ ഒരേ ഒരു മാർഗം മാത്രമേ നമുക്ക് വീണ്ടെടുപ്പ് തരുവാൻ ഇടയാക്കി തീർക്കുകയുള്ളൂ. So what does the blood of Christ do? എന്താണ് യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യുന്നത്? It offers the different type of redemption that a sinner needs in his life. ഒരു പാപിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന വീണ്ടെടുപ്പ് യേശുവിന്റെ രക്തം കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. Number 1, ഒന്നാമതായി, the blood of Jesus frees us from the power of sin in our life. യേശുവിന്റെ രക്തം പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ ഇടയായിത്തീരും. When we were a slave to the sin had authority or power over our life. Now that we started believing in the blood of Jesus, it will redeem you from the power of sin in your life. നാം പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നപ്പോൾ പാപത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുത്തത് മുഖാന്തരമായിട്ട് നമുക്ക് അതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ഇടയായിത്തീരും. If you read Romans chapter 6 verse 14, റോമർ 6:14 നാം വായിച്ചാൽ, for sin shall not be a master over you, for you are not under law but under grace. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. As I told you in my previous episode on the introduction, that we are in the covenant of grace. ഞാൻ ഇതിനു മുൻപുള്ള എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നാം പുതിയ ഉടമ്പടിക്ക് കീഴിലുള്ളവരാണ്, കൃപയ്ക്ക് The കീഴിലുള്ളവരാണ്. blood of Jesus redeems you from the power of sin, from the law, and brings you to the New Testament called the grace. യേശുവിന്റെ രക്തം നമ്മെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും പുതിയ ഉടമ്പടിയുടെ കീഴിൽ നമ്മെ കൃപയ്ക്ക് അധീനരാക്കി തീർക്കും. Number 2,
രണ്ടാമത്, the blood of Jesus brings us into a fellowship with the Father God. യേശുവിന്റെ രക്തം നമ്മെ പിതാവായ ദൈവത്തോട് കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കി. I always say there are two things which brings us to the fellowship of the Father God. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രണ്ട് കാര്യമാണ് പിതാവായ ദൈവത്തോട് നമ്മെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയാക്കി തീർക്കുന്നത്. Number one, the blood of Jesus. ഒന്ന്, യേശുവിന്റെ രക്തം. Number two, the presence of the Holy Spirit. രണ്ട്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യം. If you read Revelations 5:9, വെളിപാട് പുസ്തകം 5:9 നാം the വായിച്ചാൽ Bible says, വേദപുസ്തകം പറയുന്നു, worthy are you to take the book, to break its seals, for you were slain and purchased for God with your blood men from every tribe, tongue, people and nation. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. You are bought for God, for a fellowship with God. നമ്മെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി, ദൈവത്തിന്റെ കൂട്ടായ്മയിലാക്കുവാനായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. The best thing that God the Father loved was the fellowship of man in the Garden of Eden. ഏദൻ തോട്ടത്തിൽ നാം നോക്കിയാൽ പിതാവായ ദൈവം ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു. But when man sinned, എന്നാൽ മനുഷ്യൻ പാപം when they ചെയ്തപ്പോൾ, fell from the glory of God, ദൈവ തേജസ്സിൽ നിന്നും അവർ the വീണുപോയപ്പോൾ fellowship was broken. ആ കൂട്ടായ്മ അവരുടെ ജീവിതത്തിൽ നഷ്ടമായി. And now the Bible says, ഇപ്പോൾ വേദപുസ്തകം പറയുന്നു, you are bought by the precious blood of Jesus for God the Father. നാം പിതാവായ ദൈവത്തിന്റെ കൂട്ടായ്മയിലായി തീരുവാൻ യേശുവിന്റെ രക്തം മുഖാന്തരമായി നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. Number three, മൂന്നാമതായി, the blood of Jesus gives us peace and a good assurance. യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെയും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിനെയും കൊണ്ടുവരുവാൻ ഇടയാക്കി തീർക്കും. Romans 5:1. റോമർ 5:1. Therefore, having been justified by faith, we have peace with God through our Lord Jesus Christ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. We are at peace with God through the blood of Jesus. നാം യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരമായി ദൈവത്തോട് സമാധാനമുള്ളവരാണ്. We were far from God. നാം ദൈവത്തിൽ നിന്നും We became ദൂരസ്ഥന്മാരായിരുന്നു. God's enemies through sin. നാം പാപമുഖാന്തരമായി ദൈവത്തോട് ശത്രുത്വത്തിലായി But തീർന്നു. now we are at peace with God through the blood of Jesus. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരമായി നാം ദൈവത്തോട് സമാധാനമുള്ളവരായി തീർന്നു. Hallelujah. Hallelujah. Praise God. ദൈവത്തെ സ്തുതിക്കാം. Nothing but the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നുമല്ല. Finally, അവസാനമായി, the blood of Jesus changes our destiny. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഭാവിയെ മാറ്റുവാൻ It ഇടയായി. is very important. അത് ഏറ്റവും It പ്രാധാന്യതയുള്ളതാണ്. changes our destiny. അത് നമ്മുടെ ഭാവിയെ മാറ്റുവാൻ The Bible ഇടയായി. says in Romans 5:9, റോമർ 5:9 much more than having now been justified by his blood, we shall be saved from the wrath of God through him. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. The wrath of God is the second death or eternal fire called hell. ദൈവ കോപം എന്നത് അത് നരകത്തിലായി പോകുന്നത് അല്ലെങ്കിൽ നിത്യനാശത്തിലായി പോകുന്നതാണ്. But here the blood of Jesus is bringing us out of that, and it is changing our destiny, which will take us to eternal life or heaven. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ നരകത്തിലേക്ക് പോകുന്നു, നിത്യനാശത്തിലേക്ക് പോകുന്നതിൽ നിന്ന് മാറ്റി നമ്മെ നിത്യ ജീവൻ അവകാശികളാക്കി തീർക്കും. The Bible again confirms that in Revelation chapter 7 verse 9 to 14. വീണ്ടും വെളിപാട് പുസ്തകം 7:9 മുതൽ 14 വരെയുള്ള ഭാഗത്ത് അത് വളരെ വ്യക്തമായി That പറഞ്ഞിരിക്കുന്നു. those who believe in the blood of Jesus യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ will be വിശ്വസിക്കുന്നവർ clothed in white robes അവർ വെള്ള വസ്ത്രം and ധരിച്ചവരായി will be തീരും. standing before the throne of God the Father. അവർ പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നവരായി What a തീരും. great day. എത്ര വലിയ ദിവസം, What a great promise എത്ര വലിയ വാഗ്ദത്തം. for us who were in sin. നാം പാപത്തിലായിരുന്നു, But now that we are saved and justified through the precious blood of Jesus, എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരമായി നീതീകരിക്കപ്പെടുമ്പോൾ your destiny is changed. നമ്മുടെ ഭാവി അത് വ്യത്യാസം വരികയാണ്. My dear brother, എന്റെ പ്രിയ sister, സഹോദര സഹോദരി, we all had a bad situation in our life. നമ്മുടെ ജീവിതങ്ങളെല്ലാം മോശകരമായ ഒരു അവസ്ഥയിലായിരുന്നു നാം. We were on a life to the hell. നാം നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നവരാണ്. But believe in Jesus. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക.
believe in his precious blood, അവന്റെ രക്തത്തിൽ നാം വിശ്വസിക്കുക, your life will be changed. നിങ്ങളുടെ ജീവിതം വ്യത്യാസം, You will be blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Sorrows will turn into joy. നിങ്ങളുടെ കണ്ണുനീരെല്ലാം സന്തോഷമായി. You will be blessed physically, materially and spiritually. നിങ്ങൾ ശാരീരികമായും ഭൗതികമായും നിങ്ങൾ ആത്മീകമായും Because you അനുഗ്രഹിക്കപ്പെടും. become God's child when you believe in the blood of Jesus. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. Shall we close our eyes and look to the Lord in prayer? നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കാം. Loving Lord, gracious Heavenly Father, സ്വർഗ്ഗസ്ഥനായ സ്വർഗീയ നല്ല പിതാവേ, as we approach your throne of grace, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കൃപാസനത്തിലേക്ക് കടന്നു we വരുമ്പോൾ understood how powerful and how precious your blood is. യേശുവേ, അങ്ങയുടെ രക്തം എത്ര മഹത്വമുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. As right now we believe in the blood of Jesus, ഇപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഞങ്ങൾ wash വിശ്വസിക്കുന്നു. our lives with your precious blood. യേശുവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. Thank you for bringing us from the power of sin. പാപത്തിന്റെ അധികാരത്തിൽ നമ്മൾ വിലക്ക് വാങ്ങിയതിനായി നന്ദി. Thank you for changing our destiny. ഞങ്ങളുടെ ഭാവിയിൽ വ്യത്യാസത്തെ വന്നതിനായി നന്ദി. Thank you for giving us a fellowship with God the Father. പിതാവായി ദൈവത്തോട് ഞങ്ങൾക്ക് കൂട്ടായ്മയ്ക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു. Thank you for bringing us at peace with God the Father. പിതാവായി ദൈവത്തോട് സമാധാനമുള്ളവരായി ഞങ്ങളെ തീർത്തതിനായി Thank you, നന്ദി. Jesus. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. Father, as we believe in this cleansing process of the blood of Jesus and to an era called grace, പിതാവേ, യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള ശുദ്ധീകരണവും ഈ കൃപയുടെ യുഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി നന്ദി. let blessings be poured out on your people. ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ അനുഗ്രഹങ്ങളെ പകരണമേ. Let healings happen right now. ഇപ്പോൾ സൗഖ്യം എല്ലാവരുടെ ജീവിതത്തിൽ വരട്ടെ. Let their bodies be healed in the name of അവരുടെ ശരീരങ്ങൾ Jesus. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുള്ളതായി My dear brother, sister, എന്റെ പ്രിയ സഹോദര if you are സഹോദരി, sick, നിങ്ങൾ can I രോഗിയായിരിക്കുന്നു, request keep your hand on the place where you're sick and start praying with me right now. നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? The healing power of Jesus is here. ഇപ്പോൾ യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി ഇവിടെ ഉണ്ട്. He is mighty enough to heal you. അവൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം In ശക്തനാണ്. the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the mighty name of Jesus. ശക്തമേറിയ യേശുവിന്റെ In the നാമത്തിൽ, glorious name of Jesus. മഹത്വപൂർണ്ണമായ യേശുവിന്റെ Be നാമത്തിൽ healed. ഇപ്പോൾ സൗഖ്യമാകട്ടെ. Be healed. ഇപ്പോൾ സൗഖ്യത്തെ Receive പ്രാപിക്കാം. your healing. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കാം. Receive your healing. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കാം. Receive your healing. നിങ്ങളുടെ സൗഖ്യത്തെ ഇപ്പോൾ പ്രാപിക്കാം. Jesus is healing you. യേശു നിങ്ങളെ Experience സൗഖ്യമാക്കുന്നു. the power of God in your life. ദൈവ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ Let അനുഭവിക്കാം. your sorrows be turned into joy. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി Let തീരട്ടെ. the situations change. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറട്ടെ. Let blessings overflow in your life. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒഴുകി വരട്ടെ. Let the anointing of the Holy Spirit in your life increase. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അത് വർദ്ധിച്ചു വരട്ടെ. Let the spiritual life increase. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായ ജീവൻ അത് വർദ്ധിച്ചു Let വരട്ടെ. holiness increase. നിങ്ങളുടെ ജീവിതത്തിലെ വിശുദ്ധി Let വർദ്ധിക്കട്ടെ. the knowledge of Jesus increase. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവിക പരിജ്ഞാനം വർദ്ധിക്കട്ടെ. Be blessed in the name of Jesus. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങളെ Thank you, പ്രാപിക്കാം. Jesus. നന്ദി യേശുവേ. We give you all the glory and honor. എല്ലാ മാനമഹത്വം അവിടേക്ക് In the തരുന്നു. name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. Amen. ആമേൻ. Nothing but the blood of Jesus. യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നുമില്ല. Come out from sin. പാപത്തിൽ നിന്ന് പുറത്തു വരിക. Just believe in Jesus യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. and you will be blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Thank you for watching this television program. ഈ ടിവി പ്രോഗ്രാം നിങ്ങൾ കണ്ടതിനായിട്ട് നന്ദി. I request you to pray for this television program തുടർന്നും ഈ ടിവി പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. and to love our ministry by standing with us in prayer and by also financially supporting it. അതുമാത്രമല്ല ഈ ശുശ്രൂഷയോടൊപ്പം ചേർന്ന് നിന്ന് ഇതിനെ സാമ്പത്തികമായി അനുഗ്രഹിച്ചതിന്റെ ഒരു പങ്കാളിയായിരിക്കാൻ ഞാൻ നിങ്ങളോട് ആലോചന പറയട്ടെ. If you wish to sponsor one of our programs by a small offering, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ ഒരു ചെറിയ സംഭാവനയോടെ നിങ്ങൾ അതിനെ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, you can call me right now on the number which you are seeing on the television program. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ കാണിക്കുന്ന ഈ നമ്പറിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം. If you have prayer request, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്, feel free to call this number and speak to me right now. ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചാൽ I would love to pray for you, to stand in the gap with you, uniting my heart with you. ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കും. Keep praying for us. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി See പ്രാർത്ഥിക്കാം. you in the next episode. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. I bless you in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ.